എൻ്റെ പേര് അനില ജെയിംസ്. ഞാൻ വരുന്നത് പൂങ്കാവിൽ നിന്നാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നത് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാക്കി എന്നെ മാറ്റിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാനാണ്. ആദ്യമായി അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. 2017 ഞാൻ ആദ്യമായിട്ട് തപസ് ധ്യാനം കൂടുന്നത്. ചെറുതിൽ തന്നെ ഇവിടുത്തെ ധ്യാനവും അച്ഛൻ്റെ ടോക്കും ഒക്കെ ഞാൻ കേട്ടിരുന്നു, ഇവിടെ പങ്കെടുത്തിരുന്നു. 2017 തപസ് ധ്യാനം 3 ദിവസം ഇവിടെ താമസിച്ച് ഞാൻ ധ്യാനം കൂടി. കൗൺസിലിംഗ് കഴിഞ്ഞ് അപ്പോഴാണ് ഉടമ്പടി എന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ ഉടമ്പടി അന്ന് കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ഞാൻ DHA എക്സാം, ഞാൻ ദുബായിലേക്കുള്ള എക്സാമാണ്. അത് ആദ്യത്തെ എക്സാം ഞാൻ ഫെയിലായി. രണ്ടാമത്തെ എക്സാം ഞാൻ കോച്ചിങ് എടുത്തു. അപ്പോൾ കോച്ചിങ് എടുത്തിട്ട് എനിക്ക് എക്സാമിന് ഇനി 6 ദിവസം ബാക്കി നിൽക്കെ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിൽ പറയുന്ന തപസ് കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രം എക്സാം എഴുതുന്ന എൻ്റെ മനസ്സിൽ പറയുന്നു. അങ്ങനെ ഞാൻ വീട്ടുകാരുടെ എതിർപ്പോടുകൂടി, വീട്ടുകാർക്ക് ഇനി 6 ദിവസമല്ലേ ഉള്ളൂ, പഠിച്ചിട്ട് എക്സാം എഴുതി അത് കഴിഞ്ഞിട്ട് വന്ന് ധ്യാനം കൂടിയാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിൽ ധ്യാനം കൂടി തപസ് കൂടിയതിന് ശേഷം മാത്രമേ ഞാൻ എക്സാം എഴുതൂ എന്ന് ഞാനൊരു ഉറച്ച തീരുമാനം എടുത്തിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് 3 ദിവസത്തെ ധ്യാനം കൂടി. ബാക്കി 3 ദിവസം മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. ആ 3 ദിവസം മുന്നേ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത കാശ് രൂപവും ഉടമ്പടി തൈലവുമായിട്ടാണ് ഞാൻ എക്സാം ഹാളിലേക്ക് പോകുന്നത്. അവിടെ ഓരോ കാൻഡിഡേറ്റിനും അണ്ടർ CCTV സർവൈലൻസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഈ കാശ് രൂപമോ ഉടമ്പടി തൈലമോ അകത്ത് കയറ്റാൻ അനുവാദമുണ്ടായിരുന്നില്ല. ഞാൻ അത് പുറത്ത് ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് ഞാൻ എക്സാം ഹാളിലേക്ക് കയറുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും മാറി മാറി ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു. ഞാൻ ഇരുന്ന സിസ്റ്റത്തിൽ ഞാനൊരു കുരിശ് വരച്ചിട്ട് ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്തു. എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ മയങ്ങിപ്പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഒരു ഉറക്ക ക്ഷീണം എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷേ ഞാൻ മൗസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. എക്സാം തുടങ്ങി കുറേ കഴിഞ്ഞ് ഞാൻ കാണുന്നത് ഒരു 60 ക്വസ്റ്റ്യൻ, ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു 60 ക്വസ്റ്റ്യൻസ് പിന്നിടുമ്പോഴാണ് ഞാനിത് മെയിൻ എക്സാമാണ്, ഞാൻ എന്താ ഇങ്ങനെ ഉറക്കച്ചടവോടുകൂടി ഇരിക്കുന്നത്, ഞാൻ മാതാവേ എന്താ എനിക്ക് പറ്റിയതെന്നുള്ള പ്രാർത്ഥിച്ച് ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻ വായിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിൽ പുറകോട്ട് പോകണോ എന്നൊരു ചിന്ത വന്നപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നു, പുറകോട്ട് പോകണ്ട, മുന്നോട്ട് തന്നെ പൊയ്ക്കോളൂ എന്ന്. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. 60 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് ഒരു ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നായിരുന്നു. അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് 20 മിനിറ്റ്സ് ബാക്കി നിൽക്കെ ഞാൻ എക്സാം പൂർത്തീകരിച്ചു. എക്സാം എഴുതി ഞാൻ പുറത്തിറങ്ങുമ്പോൾ അവർ 3 ദിവസം കഴിയുമ്പോൾ റിസൾട്ട് വരും എന്ന് പറഞ്ഞിട്ടാണ് പുറത്തിറങ്ങുന്നത്. പക്ഷേ എൻ്റെ വീട്ടിൽ എന്ത് പറയണം എന്ന് എനിക്കറിയത്തില്ല. കാരണം ആദ്യത്തെ 60 ക്വസ്റ്റ്യൻസ് എനിക്കറിയില്ല ഞാൻ എന്താ ക്ലിക്ക് ചെയ്തതെന്നോ. 60 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാണ് ഞാൻ ശരിക്കും ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് വായിച്ചു തുടങ്ങിയത്. റിസൾട്ട് 3 ദിവസം കഴിഞ്ഞ് എൻ്റെ ഒപ്പം തന്നെ എക്സാം എഴുതിയ എൻ്റെ ഫ്രണ്ട്സിന് റിസൾട്ട് വന്നു. പക്ഷേ എനിക്ക് 10 ദിവസമായിട്ടും എൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ചുറ്റുമുള്ളവരും എന്നെ അറിയുന്നവരും വിചാരിച്ച് ഞാൻ ഫെയിൽ ആയതുകൊണ്ടാണ് എൻ്റെ റിസൾട്ട് വരാത്തത്, അതായിരിക്കും ഇത്രയും താമസിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ 10ാമത്തെ ദിവസം ഞാൻ കരഞ്ഞുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്ന് പറഞ്ഞു, മെയിലിൽ ഞാൻ പാസ്സായെന്ന് റിസൾട്ട് വന്നു. അപ്പോൾ തന്നെ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് നന്ദി പറഞ്ഞു. അതിനുശേഷം UAE ഞാൻ പോവുകയാണ് എക്സാം പാസ്സായ റിസൾട്ടുമായിട്ട്. അവിടെ ചെന്നപ്പോൾ അവർ ഫ്രഷേഴ്സിനെ എടുക്കാനായിട്ട് അവർ താല്പര്യപ്പെടുന്നില്ല. എല്ലാവർക്കും UAE എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് കൂടുതൽ പരിഗണിക്കുന്നത്. അങ്ങനെ നിൽക്കുക 1 മാസത്തിനുള്ളിൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ഡെയിലി ഇവിടെ പറയുന്നത് പോലെ തന്നെ ഞാൻ തുടർന്നു പോയി. 1 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഓപ്പൺ ഇൻ്റർവ്യൂ വന്നു. ഞാനത് അറ്റൻഡ് ചെയ്തു. എനിക്കവിടെ ഹോസ്പിറ്റലിൽ ഓഫർ ലെറ്റർ കിട്ടി. ഞാൻ അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് അവിടെ സാലറി പെൻഡിങ് ആണെന്നുള്ളത്. പക്ഷേ സാലറി പെൻഡിങ് ആയെന്ന് എല്ലാവരും പറഞ്ഞ് അവിടെ നിന്ന് മാറി വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറുമെന്ന് പറഞ്ഞിട്ടും, പക്ഷേ മാതാവ് എൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യും, മുന്നോട്ട് പൊക്കോളൂ, കുഴപ്പമില്ല എന്നുള്ളത്. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായത്തെ മാനിക്കാതെ ഞാനത് മുന്നോട്ട് പോയി. ഞാൻ അവിടെ ജോയിൻ ചെയ്തൊരു 4 മാസം അപ്പോഴും എനിക്ക് സാലറി കിട്ടുന്നുണ്ടായില്ല. എന്തെങ്കിലും ആവശ്യത്തിന് എൻ്റെ ഹസ്ബൻഡ് ഉള്ളത് കൊണ്ട് ഹസ്ബൻഡിൻ്റെ ചിലവിലാണ് ഞാൻ അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. 4 മാസമായപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും
പ്രഗ്നൻസി ഉൾപ്പെടെ ഞാൻ പ്രഗ്നൻസി ട്രീറ്റ്മെൻറ്റിനൊക്കെ നമുക്ക് സാലറി കിട്ടാത്തൊരവസ്ഥയായി. അപ്പോൾ അങ്ങനെ 4 മാസം കഴിഞ്ഞ് അവിടെയുള്ള സ്റ്റാഫിനോടൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം, സാലറി പെൻഡിങ് മാറി നമുക്ക് സാലറി കിട്ടും. പക്ഷേ അവർ കേട്ടവരും ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളല്ലാത്ത മറ്റു മതസ്ഥരും ഉണ്ടായിരുന്നു. പക്ഷേ ചിലരിൽ നിന്ന് എനിക്ക് ഒരു കളിയാക്കലുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഇതിൻ്റെ പേരിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇത് കിട്ടും എന്ന് പറഞ്ഞ് എൻ്റെ ഒരു വിശ്വാസത്തെ അവർ പരിഹസിച്ചു. പക്ഷേ അപ്പോഴും ഞാനത് കാര്യമാക്കിയില്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ വിശ്വാസമുണ്ട്, എനിക്ക് സാലറി പെൻഡിങ് വന്നാലും അവസാനം എല്ലാം ചേർത്ത് തരും എന്നുള്ള ഒരു വിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ 5 മാസമായപ്പോൾ, എനിക്ക് പ്രഗ്നൻസി 5 മാസമായപ്പോൾ അനോമലി സ്കാൻ ചെയ്തപ്പോൾ അനോമലി സ്കാനിൽ കുഞ്ഞിൻ്റെ വളർച്ചയെല്ലാം നോർമലാണ് കാണിച്ചത്. 5 മാസം കഴിഞ്ഞ് ഒരാഴ്ചയായപ്പോഴത്തേക്കും ഞാൻ വർക്ക് ചെയ്യുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലാണ്. അപ്പോൾ അവിടെ കേസ് കുറവായത് കാരണം എന്നെ അതർ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് പുൾ ഔട്ട് ഡ്യൂട്ടിക്ക് വിട്ടു. അപ്പോൾ എമർജൻസി റൂമിലാണ് എനിക്ക് അന്ന് ഡ്യൂട്ടി വന്നത്. അവിടുത്തെ ഒരു അവധി ദിവസമായതിനാൽ സ്റ്റാഫ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു പുതിയൊരു സ്റ്റാഫുമാണ് അവിടെ ഉണ്ടായിരുന്നത്. എമർജൻസി റൂമിലെ എക്സ്പീരിയൻസ് കുറവായതുകൊണ്ടും പ്രഗ്നൻസി ആയതുകൊണ്ടും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. എങ്കിലും ഒരു പേഷ്യൻ്റ് ഈവനിങ് ആയപ്പോഴത്തേക്കും ഫിക്സ് അടിച്ച് പേഷ്യൻ്റ് വന്നു. പക്ഷേ എന്താണ് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപേ തന്നെ ക്യാനുല ഇടുന്ന സമയത്ത് പേഷ്യൻറ്റിൻ്റെ റെസ്റ്റ്ലെസ് ആയ പേഷ്യൻ്റെ കാലിൽ നിന്ന് ഒരു ചവിട്ട് എൻ്റെ വയറിൽ കിട്ടി, കൈ കൊണ്ട് ഒരു അടി എൻ്റെ വയറ്റത്തും കിട്ടി. പക്ഷേ ആ സമയത്ത് എനിക്കത് വേദനയായിട്ട് അനുഭവിച്ചതൊന്നുമില്ല. എൻ്റെ മനസ്സിൽ പേഷ്യൻറ്റിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ളൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെൻ്റെ മനസ്സിലോട്ട് വന്നുമില്ല. പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്തു വേറെ ഹോസ്പിറ്റലിലേക്ക്. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴത്തേക്കും എനിക്ക് വയറിന് വേദന തുടങ്ങി. രാത്രി ആയപ്പോഴത്തേക്കും സ്പോട്ടിങ് പോലെ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഞാൻ കാണുന്ന ഗൈനക്കോളജിസ്റ്റിനെ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി സ്കാൻ ചെയ്യാൻ വരാൻ പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പ്ലാസൻ്റയിൽ ക്ലോട്ട് ഫോം ആയിട്ടുണ്ട്, ബ്ലീഡ് ചെയ്തിട്ട് ക്ലോട്ട് ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. ആ ഇഞ്ചക്ഷൻ അവിടുന്ന് തന്നെ എടുത്തു. ബാക്കി 3 ഡോസ് കൂടെ എടുക്കണം. ആ ഇഞ്ചക്ഷൻ നാട്ടിൽ നിന്ന് വരുത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് വേറെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഒബ്സർവ് ചെയ്യണം എന്ന് പറഞ്ഞ് വേറൊരു ഹോസ്പിറ്റലിലേക്ക് എന്നെ റെഫർ ചെയ്തു. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് കയറേണ്ടത് കൊണ്ട് ഞാൻ അവിടെ ചെന്ന് അഡ്മിറ്റാക്കിയ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ചു. എനിക്കിങ്ങനെ ഒരു അവസ്ഥയാണ്, അപ്പോൾ നാളെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ നോക്കിയ ഡോക്ടർ പറഞ്ഞു 10 ഡേയ്സ് മിനിമം സിക്ക് ലീവ് എടുക്കണം, ബെഡ് റെസ്റ്റ് വേണം എന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിറ്റ് ആവണം, നാട്ടിൽ പോയി ഡെലിവറി ആക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും കേടാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിറ്റ് ആവണം. പക്ഷേ സാലറി പെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളായിരുന്നു. എനിക്ക് ജോലി ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് എൻ്റെ ഇൻചാർജിനോട് ഞാൻ കാര്യം അവതരിപ്പിച്ചു. എനിക്ക് 10 ഡേയ്സ് ബെഡ് റെസ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ലീവ് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ അവരത് അംഗീകരിച്ചില്ല. 10 ഡേയ്സ് സിക്ക് ലീവ് തരാൻ അംഗീകരിച്ചില്ല, സ്റ്റാഫ് കുറവാണ്, അത് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു 3 ഡേയ്സെങ്കിലും മിനിമം ചോദിച്ചു, അതും അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ കുഞ്ഞിന് പ്രശ്നമാകുന്നത് കൊണ്ട് ഞാൻ 24 അവർ റെസിഗ്നേഷൻ്റെ ഒരു റിക്വസ്റ്റ് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി 24 അവർ റെസിഗ്നേഷൻ വയ്ക്കാനായിട്ട് എന്നെ കമ്പൽ ചെയ്തു. അപ്പോൾ 24 അവർ റെസിഗ്നേഷൻ വെക്കാൻ എന്നെ HR-ൻ്റെ റൂമിലേക്ക് അവർ പറഞ്ഞയച്ചു. HR-ൻ്റെ റൂമിൽ ഞാൻ പോകുമ്പോൾ HR പറയുന്നത് 24,000 ദിറംസ്, ഏകദേശം നമ്മുടെ ഇവിടുത്തെ 5 ലക്ഷത്തോടടുത്ത് കോമ്പൻസേഷൻ ഞാൻ പേ ചെയ്യണം എന്ന് പറഞ്ഞു. കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് ഇത്രയും തുക ഞാൻ കോമ്പൻസേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. എൻ്റെ സാലറി പെൻഡിങ്ങും ഞാൻ എക്സ്ട്രാ കൈന്നിട്ട് കൊടുത്താലും അത്രയും എമൗണ്ട് എനിക്ക് ഒപ്പിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഞാനിത് കണ്ടിന്യൂ ചെയ്തോളാം, എനിക്ക് ലീവ് വേണ്ട, ഞാൻ ഡ്യൂട്ടിയിൽ കണ്ടിന്യൂ ചെയ്തോളാം. പക്ഷേ അത് അവർ അംഗീകരിച്ചില്ല. പഞ്ചിൻ ചെയ്ത് എന്നെ പഞ്ച് ഔട്ട് ചെയ്തു. എന്നെ ഹോസ്പിറ്റൽ ഗ്രൗണ്ടിലാണ് ഞാൻ നിന്നിരുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ചിറ്റപ്പനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവരെത്താനായിട്ട് ഈവനിങ് എന്തായാലും ആകും. അപ്പോൾ ആ സമയം വരെ ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, വെള്ളം പോലും കുടിക്കാതെ ഗ്രൗണ്ടിൽ. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കാശ് രൂപവും കൊന്തയും മാത്രമാണ്. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്, ഇതിനു വേണ്ടി ആയിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ ആരും ഒരു സപ്പോർട്ടിന് എനിക്ക് അവിടെ ഉണ്ടായില്ല.
സാധാരണ ഹോസ്പിറ്റൽ MD ഫ്രണ്ട് ഡോർ വഴിയാണ് ഹോസ്പിറ്റലിനകത്തേക്ക് പ്രവേശിക്കാറ്, കാറ് പാർക്ക് ചെയ്തിട്ട്. പക്ഷെ അന്ന് ഞാൻ അവിടെ നിന്ന് ആ വെയിലത്ത് ഞാൻ നിൽക്കുമ്പോൾ ഹോസ്പിറ്റൽ MD വരുന്നത് ബാക്ക് ഡോർ വഴിയാണ്. ബാക്ക് ഡോർ വഴി കാറ് പാർക്ക് ചെയ്ത് പുള്ളി പാസ് ചെയ്യുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ച് പുള്ളി തിരിച്ചു നടന്നു. എന്നോട് കാര്യം ചോദിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. പുള്ളി അവരുടെ ഭാഷയിൽ ഈ ഇൻചാർജിനെ വിളിച്ച് കുറേ ഷൗട്ട് ചെയ്തു. പ്രഗ്നൻറ്റ് ലേഡിയോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് പറഞ്ഞവരെ കുറേ ഷൗട്ട് ചെയ്തു. ഒരു തീരുമാനം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ലേബർ കോർട്ടിൽ വരെ പോകാനിരിക്കുമായിരുന്നു ഞങ്ങൾ. പക്ഷേ മാതാവ് ആ സമയത്തിനുള്ളിൽ ഇടപെട്ട് ആ MD അവിടെ വരുത്തി. അങ്ങനെ പുള്ളി എനിക്ക് 10 days സിക്ക് ലീവ് സാങ്ഷനാക്കി തന്നു. സിക്ക് ലീവ് കഴിഞ്ഞിട്ട് റീജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഇതിനിടയിൽ സാലറി പെൻഡിങ് ആയപ്പോൾ വേറെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എടുത്തിട്ട് അവർ സാലറി പെൻഡിങ് ആയിട്ടുള്ള എല്ലാ സാലറിയും കൊടുത്തിട്ട് ഹോസ്പിറ്റൽ അവരെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനൊരു തീരുമാനം ഉണ്ടാവാതിരുന്ന സമയത്താണ് ഞാൻ ഹോസ്പിറ്റൽ ഗ്രൗണ്ടിൽ രാവിലത്തെ 5:30 പ്രെയർ കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വെഞ്ചരിച്ച ഉപ്പ് കൊണ്ടുപോയി ആരും ചവിട്ടാത്ത സ്ഥലം നോക്കി ഞാൻ അവിടെ ഇട്ടിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3-ാമത്തെ ദിവസം അതുവരെ ഒരു തീരുമാനം ഉണ്ടാകും. ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ അവർ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുമെന്നുള്ളത്. പക്ഷേ ഇത്രയും നാൾ കഴിഞ്ഞ് ഞാൻ വെഞ്ചരിച്ച ഉപ്പ് അവിടെ ഇട്ടതിന് ശേഷം 3-ാമത്തെ ദിവസമാണ് ഈ മാനേജ്മെൻറ്റ് അവിടെ ഹോസ്പിറ്റലിൽ വന്ന് അവർ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് 7-ാം മാസം കഴിഞ്ഞ് 8 മാസം ആയപ്പോഴത്തേക്കും എന്നെ എക്സിറ്റ് ആവേണ്ട ഒരവസ്ഥ വന്നു. എനിക്ക് ഹൈ ഷുഗറായി. അപ്പോൾ ഈ പുതിയ മാനേജ്മെൻറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് മെറ്റേണിറ്റി ലീവിൽ പോകാം, റിസൈൻ ചെയ്തിട്ട് നിനക്ക് പോകാം, റീജോയിൻ ചെയ്യാം, നിൻ്റെ കയ്യിൽ നിന്ന് ഒരു കോമ്പൻസേഷനും ഞങ്ങൾ വാങ്ങിക്കില്ല. അങ്ങനെ 7th എൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടി പറഞ്ഞ സമയം 7th മുന്നേ 5th എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. അവരെനിക്ക് ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചെക്കും ക്ലിയർ ചെയ്ത് തന്നു, ടിക്കറ്റും ഒക്കെ ആക്കി തന്നു. അങ്ങനെ മാതാവ് ഒത്തിരി അനുഗ്രഹം തന്നു അവിടെ വെച്ച്. അവിടുന്ന് നാട്ടിലേക്ക് വന്ന് എൻ്റെ ഈ ഒരു അവസ്ഥയായത് കാരണം കാണിക്കുന്ന എല്ലാവർക്കും ഒരു പേടിയായിരുന്നു. കാരണം ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷനോടുകൂടി എടുക്കാൻ എല്ലാവർക്കും ഒരു പേടിയായിരുന്നു. അങ്ങനെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കാണ് പിന്നെ പോകുന്നത്. അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ച് അവർക്കും ഒരു പേടിയാണ്. പക്ഷേ എൻ്റെ അമ്മയുടെ ഒരു പരിചയത്തിലുള്ള ഡോക്ടർ ആയത് കാരണം പുള്ളിക്കാരി അത് ഏറ്റെടുത്തു. പുള്ളിക്കാരി പോസ്റ്റ് ചെയ്ത ഡേറ്റ് 1 month മുന്നേ എന്നെ അഡ്മിറ്റ് ചെയ്തു, ഷുഗർ കൺട്രോളാക്കാൻ നോക്കി. പക്ഷേ എൻ്റെ ഡെലിവറി സിസേറിയൻ ടൈമിന് മുന്നേ വരെയും എൻ്റെ ഷുഗർ നോർമലായിട്ടില്ല. ഞാൻ ഫുഡ് കഴിക്കുന്നത് ആവശ്യത്തിനുള്ള ഫുഡാണെങ്കിലും ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഹൈ ഷുഗറാണ്. പക്ഷേ അതിൻ്റെ ഒരു ഫലമായിട്ട് എനിക്കോ എൻ്റെ കുഞ്ഞിനോ ഒരു ആപത്തും ഉണ്ടായിട്ടില്ല. അവർ പോസ്റ്റ് ചെയ്ത ഡേറ്റിന് 4 ദിവസം മുന്നായി എനിക്ക് ലീക്കിങ് അനുഭവപ്പെട്ടു. എന്നെ സിസേറിയൻ ചെയ്തു. കുഞ്ഞിന് 1.9 kg വെയിറ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ഒരുവിധ ആരോഗ്യ പ്രശ്നങ്ങളോ അവനുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവൻ ആരോഗ്യവാനായിട്ടിരിക്കുന്നു. അതിനുശേഷം ഞാൻ ഉടമ്പടിയിൽ നിന്ന് ആ പ്രെയറിൽ നിന്നൊക്കെ ഞാൻ പതിയെ വിട്ടു. ഞാൻ അത് സ്ഥിരമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയെല്ലാം ഞാൻ വിട്ട ഒരു സ്റ്റേജായി. ഞാൻ പിന്നെ എൻ്റെ ജോലി അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് UAE പോയി വേറെ ഒരു ഹോസ്പിറ്റലിൽ കയറി. അപ്പോൾ അവിടെ നിന്ന് നിൽക്കുമ്പോഴേ എൻ്റെ കുഞ്ഞുങ്ങളെ 2ാമത്തെ ഡെലിവറിയും കഴിഞ്ഞു. ആ 2 കുഞ്ഞുങ്ങളെ നാട്ടിൽ നിർത്തിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് എങ്ങനെയെങ്കിലും എക്സാം എഴുതി പോകണം, OET എക്സാം എഴുതണം. പക്ഷേ മലയാളം മീഡിയത്തിൽ പഠിച്ച എനിക്ക് എങ്ങനെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യണം എന്ന് ഒന്നും എനിക്കറിയത്തില്ല. ഇംഗ്ലീഷിനോടൊരു ഭയമുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ എക്സാം എഴുതി റീഡിങ്ങും ലിസണിങ്ങും എനിക്ക് നഷ്ടപ്പെട്ടു. അതിന് ഞാൻ ഫെയിലായി. പക്ഷേ ആ സമയത്ത് ഞാൻ പഠിച്ചിട്ടാണ് എക്സാം എഴുതുന്നത്. ഒന്നും അറിയാത്തതുകൊണ്ട് പഠിച്ചിട്ട് എക്സാം എഴുതുന്നത്. 2ാമത്തെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കണമെന്ന് എനിക്ക് മനസ്സിൽ പറയുവാണ്. മാതാവ് പറയുന്നു ഉടമ്പടി പുതുക്കുക. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയെങ്കിലും അടുത്ത എക്സാമിൻ്റെ ഡേറ്റ് ഞാൻ എടുത്തിട്ടില്ല. അപ്പം ഞാൻ ഇവിടെ വന്ന് കയറി വരുന്ന എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ OET എക്സാമിനുള്ളവർക്ക് അച്ഛൻ തലയ്ക്ക് കൈ പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ എക്സാം ബുക്ക് ചെയ്ത് പ്രൂഫ് ഇല്ലാത്തത് കൊണ്ട് എനിക്കിങ്ങോട്ട് കയറാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഇവിടെ നിന്ന് കയറാനായിട്ടുള്ള അനുഗ്രഹം കിട്ടിയില്ല. പക്ഷെ ഞാൻ തിരിച്ചു ചെന്ന് എക്സാം എഴുതുമ്പോൾ ഇനി ഞാൻ അടുത്ത തവണ ഞാൻ നാട്ടിൽ വരുമ്പോൾ ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി. ഞാൻ എക്സാം എഴുതാൻ പോകുമ്പോൾ ഞാൻ മുൻപത്തെ എക്സാമുകളിൽ കോച്ചിങ് എടുത്തിട്ടുണ്ടെങ്കിലും അതേ ബുക്കുകൾ വെച്ച് തന്നെ ഞാൻ പഠിച്ചത്. പക്ഷേ അച്ഛൻ പറഞ്ഞതുപോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ഞാൻ എൻ്റെ എല്ലാ ബുക്കുകളിലും ഞാൻ എഴുതി വെച്ചു.
ഞാൻ അത് തന്നെ പറയാൻ തുടങ്ങി. എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞവരും അല്ലെങ്കിൽ ഇതിൽ നെഗറ്റീവ്സ് കണ്ടെത്തുന്നവരിൽ ഞാൻ പറഞ്ഞത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, എൻ്റെ അമ്മയുടെ ഗ്രേസ് കൊണ്ട് എനിക്ക് എന്തായാലും ഇത് പാസ്സാവാൻ പറ്റും എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു. മാക്സിമം എല്ലാവരും യൂട്യൂബ് സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ സാക്ഷ്യം വെച്ചിട്ടാണ് ഞാൻ മാതാവിനെ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ എക്സാമിന് ഡേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടാണ് ഞാൻ ലിസണിങ് പ്രാക്ടീസ് ചെയ്യുന്നത്. ലിസണിങ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടത്ത് വൈഫൈ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഫോണിൽ ഡാറ്റ ചാർജ് ചെയ്തിട്ടാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണിൽ ഡാറ്റ ചാർജ് ചെയ്തു. പക്ഷേ ഇത് ഒരു 12 hours കഴിയുമ്പോൾ അത് കട്ടായി പോവും. അപ്പം ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം വരുന്നത് കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളും ധ്യാനത്തിൻ്റെ ലിങ്കും ആയിരിക്കും ഓപ്പണായി വരുന്നത്. അപ്പം ഞാൻ അത് ഓപ്പൺ ചെയ്ത് വെച്ച് ഞാൻ അത് കേൾക്കും, അത് പ്രാർത്ഥിക്കും. അപ്പോഴത്തേക്കും എൻ്റെ ഡാറ്റ തീർന്നു പോകുന്നുണ്ടായിരിക്കും. അപ്പം എൻ്റെ ഹസ്ബൻഡ് വഴക്ക് പറയും, ആദ്യം പഠിച്ചിട്ട് ബാക്കി വീഡിയോസൊക്കെ കാണുമെന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമേ എക്സാം ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടാണ് പോയി എഴുതിയത്. അപ്പോൾ എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്കത് കിട്ടിയില്ല. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതാണ് വരുന്നതെങ്കിൽ മാതാവിൻ്റെ ഹിതമാണ് ഞാനത് കാണണം എന്നുള്ളത്. എല്ലാ വീഡിയോസും കണ്ടു കഴിയുമ്പോൾ എൻ്റെ ഡാറ്റ തീർന്നിട്ടുണ്ടാവും. അപ്പോൾ ലാസ്റ്റ് ലിസണിങ് പ്രാക്ടീസ് ചെയ്യാനാവുമ്പോൾ എൻ്റെ ഡാറ്റ തീരും. അങ്ങനെ എക്സാമിന് 3 ദിവസം മുൻപ് ഞങ്ങൾ അടുത്തുള്ളൊരു പള്ളിയിൽ പോയി അഖണ്ഡ ജപമാല പൂർത്തിയാക്കി അവിടെ അടുത്തൊരു പാർക്കിൽ വന്നിരുന്നു. അവിടെ ഇരുന്നാണ് 3 ദിവസം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ആകെ എക്സാമിന് മുമ്പേ 3 ദിവസമാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. പ്രാക്ടീസ് ചെയ്ത് എക്സാമിന് പോകുന്നതിൻ്റെ അന്ന് എൻ്റെ കയ്യിൽ വെഞ്ചരിച്ച ഉപ്പും കാശുരൂപവും ഉടമ്പടി തൈലം ഞാൻ പൂശിയിട്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ ഹസ്ബൻഡ് പുറത്ത് അഖണ്ഡ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. ഞാൻ എക്സാം ഹാളിൽ കയറിയപ്പം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു പൗച്ചിലാണ് ഞാൻ കൊണ്ടുപോയ എക്സാം തിങ്സ് എല്ലാം ഞാൻ കൊണ്ടുപോകുന്നു. എങ്കിലും അവർ കാണാതെ ഞാൻ അതിനകത്ത് വെഞ്ചരിച്ച ഉപ്പ് ഞാൻ അതിനകത്ത് അല്പം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉടമ്പടി കാശുരൂപം കഴുത്തിൽ ധരിച്ചിട്ട് പോയി. ഞാൻ അവിടെ ചെന്ന ഉടമ്പടി ഈ നേർച്ച വസ്തു ഞാൻ അവിടെ വെച്ചു. ഞാൻ ഇരുന്ന ടേബിളിൽ ഞാൻ വെച്ചു. ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കറിയത്തില്ല, എനിക്ക് ഏറ്റവും പാടുള്ളത് റീഡിങ്ങും ലിസണിങ്ങും ആയിരുന്നു. അപ്പോൾ ബാക്കി 2 മൊഡ്യൂളിൽ എനിക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയിരുന്നില്ല. റീഡിങ്ങും ലിസണിങ്ങും ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് അറിയത്തില്ല ആൻസർ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ മാർക്ക് ചെയ്യേണ്ടത് എന്തുവാണെന്ന് ആ ഒരു ഓപ്ഷൻ മാത്രം എൻ്റെ കണ്ണിൽ ഹൈലൈറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓരോ ആൻസർ എഴുതുമ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കും. ഞാൻ ആൻസർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പോലും ഞാൻ ശരിക്കും വായിച്ചിട്ടില്ല. എൻ്റെ മനസ്സിലോട്ട് എൻ്റെ കണ്ണിൽ കാണുന്നത് ഏതോ ഒരു ഓപ്ഷൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഹൈലൈറ്റ് ചെയ്ത ഓപ്ഷൻ മാത്രമാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. എക്സാം കഴിഞ്ഞു, ഞാൻ റൈറ്റിങ്ങും കഴിഞ്ഞു. ലാസ്റ്റ് സ്പീക്കിംഗ് എനിക്ക് കുഴപ്പമില്ലാത്തൊരു മൊഡ്യൂളായിരുന്നു. അവിടെ ആയപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് സ്പീക്കിംഗ് പോയി. പക്ഷേ എങ്കിലും എൻ്റെ പ്രതീക്ഷ കൈവിട്ടില്ല. ഞാൻ അപ്പം എൻ്റെ മനസ്സുകൊണ്ട് ഓർത്തു, മാതാവേ, എൻ്റെ മെറിറ്റ് ആയിരുന്നല്ലോ സ്പീക്കിങ്ങും റൈറ്റിങ്ങും, അതെനിക്ക് കിട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ മെറിറ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അമ്മയുടെ ഗ്രേസ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞു, എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാക്കി അവിടെ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നിന്നു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 4 മൊഡ്യൂളിലും B ഗ്രേഡ് തന്ന് അമ്മ അനുഗ്രഹിച്ചു. അതിനുശേഷം ഇൻ്റർവ്യൂ വന്നപ്പോൾ ഞാൻ ദുബായിലൊരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവിടെ നിന്നും ഞാനൊരു ഇൻ്റർവ്യൂവിന് വേണ്ട ഒന്നും പ്രിപ്പറേഷൻ കൂടാതെയാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്നിട്ടും അവർ ചോദിച്ചതിന് ആൻസർ ഞാൻ പറഞ്ഞത് ഞാൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവരുടെ റെസ്പോൺസ് പോസിറ്റീവായിരുന്നു. അവസാനം അവർ തമാശ എന്നുള്ള രീതിയിൽ അവരെന്നോട് പറഞ്ഞു, വി ആർ സോറി ടു സേ ദാറ്റ് യു ആർ ഫെയിൽ ഫോർ ദിസ് സെഷൻ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ ഞാൻ കാശുരൂപത്തെ മുറുക്കി പിടിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, നീ എന്തിനാ ചിരിക്കുന്നത്, നീ ഫെയിലായെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ ചിരിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കുള്ളതാണെങ്കിൽ അതെനിക്ക് അമ്മ തരും. അപ്പോൾ എനിക്ക് വേണ്ടി ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വറിയാവുന്നില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ വിശ്വാസത്തെ പറ്റി, എൻ്റെ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തെ പറ്റി അവർക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. അതോടെ എനിക്ക് അവിടെ ഓഫർ ലെറ്റർ കിട്ടി, സൈൻ ചെയ്തു. UK ഡെപ്യൂട്ടഡ് ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ഓഫർ ലെറ്റർ സൈൻ ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ ജൂൺ പകുതിയോടുകൂടി എനിക്ക് UK പോകാൻ പറ്റും. ഇത്രയും നാൾ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, ഇത് ഡയറക്റ്റ് കിട്ടിയ അനുഗ്രഹങ്ങൾ, ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ, എന്ത് ഒരു നിസ്സാരമായ കാര്യങ്ങളാണെങ്കിലും എനിക്ക് സാധിക്കില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടും. എനിക്കറിയാവുന്നവരുടെ അടുത്ത് ഞാൻ പറയും. അങ്ങനെ അവരെ കൊണ്ട് ഞാൻ ഇടിക്കാറുണ്ട്. അത് എനിക്കൊന്നും ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടുന്ന ഒന്നും എനിക്കത് സാധിച്ച് കിട്ടാതിരുന്നിട്ടില്ല. എന്നെക്കൊണ്ട് പത്രം കൊടുക്കാൻ അത്രയധികം സാധിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ മാക്സിമം എനിക്കുണ്ടായ അനുഭവങ്ങളും ഇവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങളും എല്ലാം ഞാൻ എൻ്റെ വായ കൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് ഞാൻ
ഷെയർ ചെയ്തുകൊണ്ടിരുന്നു. അതാണ് കൂടുതൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പ്രയർ കൂടിക്കൊണ്ടിരുന്നു. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി.